പവിത്രം സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രമിനെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആകെ വിഷമത്തിലായിരിക്കും വേദ. പക്ഷേ പാവം വേദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും തലയുയരണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. വിക്രമിന്റെ അരികിലേക്ക് മടങ്ങി പോകുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. രാത്രി കിടന്നാൽ ഒരു പോള പോലും കണ്ണടക്കാനും വേദയ്ക്ക് പറ്റുന്നില്ല. അത്രക്കധികം വേദനയായിരിക്കും അവള്. ഓരോ നിമിഷവും വിക്രമിനെ കുറിച്ച് തന്നെയായിരിക്കും വേദയുടെ ചിന്ത. ആ വീട്ടിൽ വെച്ച് രണ്ടുപേരും ഒരുമിച്ച് ചിലവിട്ട ചില നല്ല നിമിഷങ്ങൾ, വിക്രമിന്റെ ഓരോ ചെറിയ കുസൃതികളും തമാശകളും എല്ലാം തന്നെ അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. താൻ വിക്രമിനോട് അടിപിടി കൂടുന്നുണ്ടെങ്കിലും അതൊക്കെ ഉള്ളിലൊക്കെ വേദ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് വിക്രമിന്റെ അവസ്ഥക്കും ഒട്ടും തന്നെ മെച്ചമില്ല. മനസ്സു മുഴുവൻ വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. ഒരു അപ്രതീക്ഷിത നിമിഷത്തിലാണ് അവളുടെ കഴുത്തിൽ താൻ താലി ചാർത്തിയത് എങ്കിലും പിന്നീട് അവളായിരുന്നു തന്റെ ലോകം, അവളാണ് തന്റെ സർവവും എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് വിക്രമിനുണ്ടായി. കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നപ്പോഴാണ് അവർക്കിടയിലെ ആ ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നത്. പിന്നീട് നാട്ടിൽ ഇലക്ഷൻ പ്രചരണമൊക്കെ അങ്ങോട്ടേക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്രമിന് ഈ ഒരു പരിപാടിയോടൊന്നും വലിയ താല്പര്യമില്ല എങ്കിലും ശ്രീനിവാസൻ സാറിന് വാക്ക് കൊടുത്തു പോയത് കൊണ്ട് മാത്രമാണ് വിക്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പ്രചരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താൻ ഒരിക്കലും ഈ പണിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിക്രം ശ്രീനിവാസനോട് കട്ടായം പറഞ്ഞിട്ടുണ്ട്. വിക്രം ഒരു വശത്തും വാസവനും സംഘവും മറുവശത്തുമായി പ്രചാരണത്തിനിറങ്ങി. മനസ്സ് മുഴുവൻ വേദയായതുകൊണ്ട് തന്നെ വിക്രമിന് ഇതിലൊന്നും തന്നെ വലിയ ശ്രദ്ധയുണ്ടായിരുന്നില്ല. രാജേട്ടനും ജോസഫും ഒക്കെ അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടോ വിക്രം, ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, നമുക്ക് വേദിയോട് സംസാരിച്ചിട്ട് എല്ലാം ഒന്ന് ഒത്തുതീർപ്പാക്കാം. നീ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല അന്തസ്സായി തന്നെ ജീവിക്കുന്നത് കാണുമ്പോൾ അവൾ നിന്റെ അടുത്തേക്ക് വരാതിരിക്കില്ല. അവളെ കൊണ്ട് നിന്നെ പിരിഞ്ഞു നിൽക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ അവരെങ്ങനെ വിക്രമിനെ ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ വിക്രമിന് ചെറുതായിട്ടൊരു ആശ്വാസം തോന്നി. എത്രയും പെട്ടെന്ന് തന്നെ അവൾ തന്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതി എന്നായിരുന്നു വിക്രമിന്റെ പ്രാർത്ഥന. ഇതേസമയം ചന്ദ്രശേഖരനും ശ്രീകാന്തും വേറെ ചില പ്ലാനുകളൊക്കെ ഇട്ടു തുടങ്ങിയിരുന്നു. വരുണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. സ്വന്തം പെങ്ങളുടെ കണ്ണീര് കണ്ടാലും വേണ്ടില്ല, തനിക്ക് ജയിക്കണമെന്നൊരു ചിന്ത മാത്രമേ ശ്രീകാന്തിനുണ്ടായിരുന്നുള്ളൂ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ വിക്രമിനെയും വരുണിനെയും പൂട്ടാനാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. വരുൺ അങ്ങ് തീർന്നു കിട്ടണം. ആ കുറ്റം വിക്രമിന്റെ തലയിൽ അങ്ങ് കയറ്റണം. അങ്ങനെയാണെങ്കിൽ വിക്രം ജയിലിലേക്കും വരുൺ മുകളിലേക്കും പോയിക്കോളുമല്ലോ എന്നായിരുന്നു അവരുടെയൊക്കെ കണക്കുകൂട്ടൽ. അധികം താമസിപ്പിക്കേണ്ട, ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ തന്നെ പണി തീർക്കണം എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനായി പഴയ ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ പിന്നാലെ വിട്ട ഗുണ്ടകളെ തന്നെ വീണ്ടും സെറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അവന്മാരാവുമ്പോൾ പണി വൃത്തിയായിട്ട് തന്നെ ചെയ്തോളും. വരുണെ എത്രയും പെട്ടെന്ന് തന്നെ ഒതുക്കണം. ആ നാണക്കേട് മുഴുവൻ വിക്രമിന്റെ തലയിലേക്കങ്ങ് വരണം. അതായിരുന്നു അവരുടെയൊക്കെ തീരുമാനം. ഈ സമയത്താണ് ദീപ്തിയും വരുണും കൂടെ തമ്മിൽ കാണുന്നത്. എങ്ങനെയായാലും വിക്രമേട്ടനെയും വേദ ചേച്ചിയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം. ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ചേച്ചി എന്തിനെയോ നന്നായി ഭയക്കുന്നുണ്ട് എന്ന് ദീപ്തി വരുണിനോട് പറഞ്ഞു. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, എനിക്ക് ഇതിന്റെ പിന്നാലെ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഈ പ്രചാരണ തിരക്കുകൾ കാരണമാണ് എന്ന് വരുൺ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വിക്രമേട്ടനും വേദ ചേച്ചിയും ഒന്നിക്കുകയാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന് വലിയൊരു സപ്പോർട്ടായിരിക്കുമെന്നും അവൻ രണ്ടുപേരും കണക്ക് കൂട്ടിയിരുന്നു. ആരെതിർത്താലും വിക്രമേട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് ദീപ്തിക്ക് ഉറപ്പാണ്. വരുൺ ദീപ്തിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അച്ഛൻ ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല എന്ന് പറയും. തന്റെ വീട്ടിലെ അവസ്ഥ അറിയാലോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ തന്റെ വീട്ടിൽ സമ്മതിച്ചില്ല എങ്കിലും നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വരുൺ ദീപ്തിക്ക് ഉറപ്പു നൽകി. വേദ പതിവ് പോലെ തന്നെ കോടതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് പലതവണ വിക്രമിനെ കാണുന്നുണ്ട് എങ്കിലും വേദ ഒന്നും തന്നെ വിക്രമിനോട് മിണ്ടുന്നില്ല. ആകെപ്പാട് ടെൻഷനിലായിരിക്കും വിക്രം. വിക്രം അങ്ങോട്ടേക്ക് മാറുമ്പോൾ വേദ അവനെ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു. ഒന്ന് സംസാരിക്കണമെന്നുണ്ട് എങ്കിലും സാഹചര്യങ്ങൾ അതിനൊന്നും തന്നെ അനുവദിക്കുന്നില്ല. പിന്നീട് ദർശൻ വേദയെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കും. വേദ, വിക്രമുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ നോക്ക്. നീ അവന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി പോകണം. നീ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ദർശൻ ഇങ്ങനെ വേദയോട് പറയാണ്. പക്ഷേ വേദ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും തന്നെ ദർശന് നൽകുന്നില്ല. അവൾക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇതിനിടയിൽ ശ്രീനിവാസന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ശ്രീധരനും വേദയും കൂടി ചേർന്നുകൊണ്ടാണ് ആ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴയ മാർക്കറ്റിലെ പ്രശ്നത്തിന്റെ രേഖകളൊക്കെ വേദ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ശ്രീനിവാസനെ പോലെ ഒരാൾ ജയിക്കുന്നത് സമൂഹത്തിന് നല്ലതല്ല എന്ന ഉറച്ച വിശ്വാസമാണ് വേദയ്ക്ക്. ഇതുവരെ അയാൾ വിക്രമിനെ വട്ടം കറക്കുകയായിരുന്നു. ശ്രീനിവാസൻ ഇതൊക്കെ അറിഞ്ഞ് കളിപ്പിലാണ് എങ്കിലും വിക്രം കൂടെയുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും തന്നെ മിണ്ടാനും പറ്റുന്നില്ല.
പിന്നീട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ശ്രീനിവാസന്റെ PA പുളിക്കനെ വിളിച്ച് പാട്ടിലാക്കി. വലിയൊരു ഓഫറാണ് അവൻ പുളിക്കന് മുന്നിൽ വെച്ചിരിക്കുന്നത്. വിക്രമിനെ അകത്താക്കാൻ പറ്റിയ സമയം ഇതാണ് എന്നും നീ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും അവര് പറഞ്ഞു. കാശിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ വരുണിനെ വകവരുത്തിയിട്ട് ആ കുറ്റം നേരെ വിക്രമിന്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. പുളിക്കൻ ആ പണിയങ്ങ് ഏറ്റെടുത്തു. ഇതിനൊരു ദിവസം വരാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പുറത്ത് കമലമ്മയും മാഷും വിക്രമിന്റെയും വേദയുടെയും ജീവിതം നശിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കമലമ്മ വേദയെ കാണാൻ പോകാമെന്ന് പറഞ്ഞുവെങ്കിലും മാഷ് അതിനെ തടഞ്ഞു. വേദയുടെ ഉള്ളിൽ എന്തോ വലിയ രഹസ്യമുണ്ട് എന്നും അത് പുറത്തു വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ എന്നും സുധാകരൻ മാഷിന് അറിയാമായിരുന്നു. സ്വന്തം മകന്റെ ജീവിതം തകരുന്നത് കാണുമ്പോൾ മാഷിന് സങ്കടമുണ്ട് എങ്കിലും നന്ദിനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ പോയതോടുകൂടി തന്നെ തന്റെ വീട്ടിലെ വില തിരിച്ചു കിട്ടിയെന്നാണ് നന്ദിനി വിചാരിക്കുന്നത്. ഇതിനിടയിൽ വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ വേദയ്ക്ക് സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടു. അവൾ നേരെ ചെന്ന് ശ്രീകാന്തിനെ നേരിട്ടു. ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു ശ്രീകാന്ത്, പക്ഷേ ഇനി അതൊന്നും നടക്കില്ല എന്ന് വേദ കടുപ്പിച്ചു തന്നെ പറഞ്ഞു. വിക്രത്തിന് ഒരു പോറലേറ്റു കഴിഞ്ഞാൽ പിന്നെ വേദയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അവൾ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചു. എടി നീ എന്ത് ചെയ്യാനാണ് എന്ന് ശ്രീകാന്ത് പുച്ഛിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വായ തുറന്നാൽ നിങ്ങൾക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ പോലും കഴിയില്ല എന്ന് വേദ ആഞ്ഞടിച്ചു. അച്ഛനറിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നും അടിച്ചു പുറത്താക്കും. ഇതിനു മുൻപും വിക്രമിനെയും അച്ഛനെയും നിങ്ങൾ അപായപ്പെടുത്താൻ നോക്കി. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനി ഒരിക്കലും നടക്കില്ല. വേദയുടെ ഈ ഒരു വെല്ലുവിളി കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ആകെ പേടിയായി. എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻ നടപ്പിലാക്കണമെന്ന് അവരുറപ്പിച്ചു. അന്ന് വൈകുന്നേരം പ്രചാരണമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വരുണിനെ ചിലർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വിക്രം കണ്ടു. അവൻ ഓടിച്ചെന്നപ്പോഴേക്കും വരുൺ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഗുണ്ടകൾ അപ്പോഴേക്കും അവിടെ നിന്നും കടന്നു കളഞ്ഞു. ആ സമയത്താണ് പെട്ടെന്ന് പുളിക്കൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അയ്യോ, വിക്രം വരുണിനെ കൊല്ലാൻ നോക്കുന്നേന്ന് അവൻ അലറി വിളിച്ചു. ആൾക്കാരൊക്കെ ഓടിക്കൂടിയപ്പോൾ വിക്രമും രാജേട്ടനും അവിടെ നിന്നും മാറേണ്ടി വന്നു. സംഗതി തങ്ങൾക്ക് നേരെ തിരിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പുളിക്കൻ ഉടനെ തന്നെ ശ്രീനിവാസൻ സാറിനെ വിളിച്ച് കള്ളക്കഥകളങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വിക്രം കൊലപാതക ശ്രമം നടത്തിയെന്നാണ് വാർത്ത കണ്ട ഉടനെ തന്നെ ദീപ്തി അങ്ങ് ബോധം കെട്ട് വീണു. വേദ ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ഇതൊരു വലിയ ചതിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വേദ ഉടനെ തന്നെ രാജേട്ടനെ വിളിച്ചു. വിക്രം ഇപ്പോൾ സുരക്ഷിതമായ ഒരിടത്താണെന്ന് രാജേട്ടൻ വേദയെ അറിയിച്ചു. പേടിക്കണ്ട, ഇന്ന് രാത്രി തന്നെ അവന് ചക്രവാണി സാറിന്റെ ഓഫീസിലേക്ക് എത്തിക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഇറങ്ങുന്നത്. ഇതിന്റെ പിന്നിൽ ശ്രീകാന്ത് ആണ് എന്ന കാര്യം വേദക്ക് ഉറപ്പുണ്ടായിരുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ചെന്നായെ പോലെ തന്നെ ചിലർ കാത്തിരിക്കുന്നുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. വരുണിന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എങ്കിലും ഇതിന് പിന്നിലുള്ളവരെ പൂട്ടാൻ തന്നെ വേദ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും വേദ കൊടുക്കാൻ പോകുന്നത് വലിയൊരു പണി തന്നെയായിരിക്കും. അങ്ങനെ അന്ന് രാത്രിയുടെ നിശബ്ദതയിൽ ചക്രവാണി സാറിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് തന്നെ വേദ വിക്രമിനെ കാണുന്നുണ്ട്. കണ്ടപാടെ തന്നെ വിക്രം ആകെ തകർന്നു പോയിരിക്കുന്നു. വേദ, ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ വേദയ്ക്ക് മുന്നിൽ വിതുമ്പിക്കരയുമ്പോൾ വേദ അവന്റെ കൈകൾ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് വേദ പറയുന്നുണ്ട്, എനിക്കറിയാം വിക്രം, ഇതാരാണ് ചെയ്തത് എന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഈ വേദ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും ഒരു കുറ്റവാളിയാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ വേദ തന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. പുളിക്കൽ എന്ന PA ആണ് ഈ ചതിയുടെ പ്രധാന കണ്ണിയെന്ന് അവൾക്കറിയാം. അവൾ പുളിക്കനെ രഹസ്യമായി പിന്തുടരുകയും അയാൾ ശ്രീകാന്തിൽ നിന്നും പണം കൈപ്പറ്റുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ തന്റെ ഫോണിലേക്ക് പകർത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വരുണിനെ ആക്രമിച്ച ഗുണ്ടകളെ മുൻപ് താൻ കണ്ടിട്ടുള്ള ആ ഒരു പഴയ അമ്പല പരിസരത്ത് വെച്ച് തന്നെ അവൾ തിരിച്ചറിഞ്ഞു. വിക്രമിനെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമായിരുന്നു അത്. ശ്രീനിവാസനും ശ്രീകാന്തും കോടതി പരിസരത്ത് വിക്രമിനെതിരെ വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കോടതി മുറിയിൽ വേദ തന്റെ വക്കീൽ കുപ്പായമിട്ട് വിക്രമിന് വേണ്ടി ഹാജരായിരിക്കുന്നു. ശ്രീനിവാസന്റെ വക്കീല് വിക്രമിനെ ക്രൂരമായ കൊലപാതകിയായി ചിത്രീകരിക്കുമ്പോൾ വേദ ശാന്തമായി തന്നെ എഴുന്നേറ്റ് നിന്ന് പുളിക്കനെ സാക്ഷിമൊഴി നൽകാൻ വിളിക്കുന്നു. പുളിക്കൻ ആദ്യം കള്ളം പറഞ്ഞുവെങ്കിലും വേദ തന്റെ പക്കലുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചു. പുളിക്കന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന ഭീമമായ തുകയുടെ രേഖകളും അവൾ പുറത്തെടുത്തു. ഇതോടുകൂടെ തന്നെ പുളിക്കൻ പതറുകയും ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്ലാനെല്ലാം ഇട്ടത് എന്ന് കോടതിയെ മുന്നാകെ വിളിച്ചു പറയുകയും ചെയ്തു. കോടതിയിൽ വെച്ച് തന്നെ ശ്രീകാന്തിനെതിരെ കേസെടുക്കാൻ ഉത്തരവാകുന്നു. ആ സമയം ആശുപത്രിയിൽ നിന്ന് വരുണിന് ബോധം തെളിഞ്ഞു എന്ന വാർത്ത എത്തി.
വരുൺ പോലീസിന് നൽകുന്ന മൊഴിയിൽ തന്നെ ആക്രമിച്ചത് വിക്രമല്ല എന്നും തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രമേട്ടൻ അങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നും വ്യക്തമാക്കി. ഇതോടുകൂടെ വിക്രം കുറ്റവിമുക്തനാക്കപ്പെടുകയും വിക്രമിനെതിരെ തിരിഞ്ഞ് ശ്രീനിവാസൻ ജനമധ്യത്തിൽ നാണകെടുകയും ചെയ്യുന്നു. ശ്രീകാന്തിനെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ ചന്ദ്രശേഖരൻ ആകെ തകർന്നു നിൽക്കാണ്. വേദ അച്ഛന്റെ അരികിൽ ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛ, സ്വന്തം മകളുടെ കണ്ണുനീർ കണ്ടിട്ടെങ്കിലും അച്ഛൻ ഇതൊക്കെ തിരുത്തുമെന്ന് ഞാൻ കരുതി. പക്ഷേ അധികാരം തലക്ക് പിടിച്ചപ്പോൾ അച്ഛൻ മറന്നത് നമ്മളൊരു കുടുംബമാണെന്നാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച ശേഷം വിക്രം വേദയുടെ അടുത്തേക്ക് വരുന്നു. എന്തിനായിരുന്നു വേദ എന്നോട് ഇത്രയും കാലം നീ അകന്നു നിന്നത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ മറുപടി നൽകി. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്ന പാമ്പുകളെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം. നിങ്ങളെയും അച്ഛനെയും അപകടപ്പെടുത്തിയവരെ വെറുതെ വിടാനൊന്നും എനിക്ക് കഴിയില്ലായിരുന്നു. മാഷും കമലമ്മയും വേദയുടെ വാക്കുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കാണ്. നന്ദിനി തന്റെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കി വേദയോട് മാപ്പ് ചോദിച്ചു. ഒടുവിൽ ദീപ്തിയുടെയും വരുണിന്റെയും വിവാഹം വിക്രമിന്റെയും വേദയുടെയും നേതൃത്വത്തിൽ തന്നെ ഗംഭീരമായി നടക്കുന്നു. അങ്ങനെ പവിത്രം കുടുംബം പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.